സംസ്ഥാനത്തേക്കുള്ള രാസലഹരി കടത്തിന്റെ കവാടങ്ങളിൽ ഒന്നാണ് വയനാട്ടിലെ ബാവലി ചെക്ക് പോസ്റ്റ്. ജീവൻ പണയം വെച്ചാണ് ഇവിടെ ഉദ്യോഗസ്ഥർ ലഹരി വേട്ട നടത്തുന്നത്. മതിയായ ഒരു സൗകര്യവുമില്ലാത്ത മറ്റൊരു ചെക്ക് പോസ്റ്റ് സംസ്ഥാന അതിർത്തികളിൽ വേറെ എവിടെയും ഉണ്ടാകില്ല. ഇത് ബാവലി ചെക്ക് പോസ്റ്റ്. പുഴയ്ക്ക് കുറുകെയുള്ള പാലം കടന്നാൽ കർണാടകയാണ്. മൈസൂരു ജില്ല. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കൊഴുകുന്ന രാസലഹരിയുടെ കൈവഴിയാണ് ഈ ചെക്ക് പോസ്റ്റ്. ഇവിടെ എക്സൈസ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് ജീവൻ പണയം വെച്ച്. അത്യാവശ്യം വേണ്ട സൗകര്യം പോലും ഇവിടെയില്ല, ഒരു ശുചിമുറി പോലും. പരിശോധനയ്ക്കിടെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ ലഹരി മാഫിയയുടെ ആക്രമണത്തിന് ഇരയായ ഇടം കൂടിയാണ് ബാവലി ചെക്ക് പോസ്റ്റ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ഈ ചെക്ക് പോസ്റ്റിനെ സാരമായി ബാധിക്കുന്നത്. അവർക്ക് അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്ന കുടിക്കാനുള്ള വെള്ളമോ അല്ലെങ്കിൽ ബാത്റൂം സൗകര്യങ്ങളോ അത്തരത്തിലുള്ള ഒരു സംവിധാനവും ഈ ബാരിക്കേഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചെക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇല്ല. ആ ബാരിക്കേഡിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണും. ഇങ്ങനെ ബാരിക്കേഡ് വെക്കാതെ ഇവിടെ ഈ ലഹരി മാഫിയെ പിടിക്കുന്നതിന് വേണ്ടി എക്സൈസ് ഉദ്യോഗസ്ഥർ തയ്യാറാവുമ്പോൾ അവരുടെ ജീവൻ ഒരു എന്താ പറയുക, അവരുടെ ജീവൻ ഒരു സുരക്ഷയുമില്ല എന്നുള്ളതാണ്. ലഹരി മാഫിയ സംഘങ്ങൾ സ്ത്രീകളെ കവചമാക്കി ഉപയോഗിക്കുന്നുണ്ട്. ലഹരിക്കടത്തിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നുമുണ്ട്. എന്നാൽ ഈ ചെക്ക് പോസ്റ്റിൽ വനിതാ ജീവനക്കാരില്ലാത്തത് പരിശോധനയ്ക്ക് തടസ്സമാകുന്നു. പരിശോധനയ്ക്കിടയിൽ സിവിൽ എക്സൈസ് ഉദ്യോഗസ്ഥൻ ജയ്മോനെ ലഹരിക്കടത്ത് സംഘം ആക്രമിച്ചത് കഴിഞ്ഞ മാസം. വാഹനം നിർത്താനാവശ്യപ്പെട്ടപ്പോൾ ഇടിച്ചു തെറിപ്പിച്ചു. ഇവിടുന്ന് അത് ഒരു AC-യെ അടിച്ച് കാല് പൊട്ടിച്ചിട്ട് അന്ന് വെള്ളിയാഴ്ച ഇവിടുന്ന് ആ ജുമാൻ്റെ സമയത്ത് നിസ്കരിക്കാൻ പോയ ഞാനടക്കമുള്ള ആൾക്കാരെ ഓടി വന്നിട്ട് എടുത്തിട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ ആ കേസ് വെറുതെ വിട്ടുപോവാണ്. സങ്കടം തോന്നുകയാണ്. വെച്ചാൽ ഇന്ന് ആ മനുഷ്യൻ നടക്കാൻ പറ്റുന്നില്ല. അയാളൊക്കെ ആത്മാർത്ഥമായി സേവനം ചെയ്ത ആളാണ്. ഇന്നത്തെ ഒരു AC ആയിട്ടുണ്ട് ജിമ്മി എന്ന് പറയുന്നത്. അദ്ദേഹം ഇതുപോലെ പ്രതികളെ പിടിക്കാൻ പറ്റുന്ന ഞൊണ്ടിയടക്കം കാല് പൊട്ടിപ്പോയിട്ട്. MDMA അടക്കമുള്ള രാസലഹരികളും കഞ്ചാവും ബസ്സുകളിലും ചരക്ക് വാഹനങ്ങളിലും അടക്കം അതിർത്തി കടന്നെത്തുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ പരിശോധനാ സംവിധാനം കാര്യക്ഷമമാക്കേണ്ടത് അനിവാര്യം. ഒപ്പം ജനകീയ പങ്കാളിത്തത്തോടെയുള്ള പ്രതിരോധ മാർഗങ്ങളും. 24 വയനാട്.